അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും CPM നേതൃത്വത്തിനുമെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെയാണ് ഇദ്ദേഹം ചർച്ചാ വിഷയമാകുന്നത്. ഇതോടെ PV അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രവും ചർച്ചയാവുകയാണ്. അൻവർ കോൺഗ്രസിൽ നിന്നും വന്നതാണല്ലോ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അൻവർ വരുന്നത്. കോളേജ് ജീവിതകാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനും INC-യുടെ വിദ്യാർത്ഥി വിഭാഗമായ കേരള സ്റ്റുഡൻസ് യൂണിയന്റെ പ്രതിനിധിയുമായിരുന്നു. കോൺഗ്രസിൽ നിന്നും തുടങ്ങി DIC-യിലെത്തി അവിടെ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിലെത്തുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച CPI സ്ഥാനാർത്ഥിയെ തള്ളി CPIM അൻവറിനെ രഹസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. അന്ന് സ്വതന്ത്രനായി മത്സരിച്ച അൻവർ 2ാം സ്ഥാനത്തെത്തി. CPIM ചായ്വ് പ്രകടിപ്പിച്ചതോടെ CPI സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും 2700 വോട്ടുകൾ മാത്രമായിരുന്നു. BJPക്കും പിന്നിൽ 4ാം സ്ഥാനത്തായിരുന്നു CPI. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ച എടവണ്ണ ഒതയിലെ പുത്തൻവീട്ടിലാണ് അൻവറിന്റെ ജനനം. PV ഷൗക്കത്ത് അലിയുടെയും മറിയുമ്മയുടെയും 4ാമത്തെ മകനായി 1967 മെയ് 26 മലപ്പുറം ജില്ലയിൽ PV അൻവർ ജനിച്ചത്. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന മലബാറിലെ പുരാതന കുടുംബങ്ങളിലൊന്നാണ് പുത്തൻവീട്ടിൽ കുടുംബം. അൻവറിന്റെ വല്യുപ്പ മുഹമ്മദ് ആജിയും പിതാവ് PV ഷൗക്കത്ത് അലിയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ദീർഘകാലം AICC അംഗമായിരുന്നു ഷൗക്കത്ത് അലി. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൗക്കത്ത് അലി. മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഖാദിയെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എതിരാളി. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പുത്തൻവീട്ടിൽ തറവാട്ടിൽ താമസിച്ചത്. കോൺഗ്രസ് പിളർന്ന് സംഘടന കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഷൗക്കത്ത് അലി സംസ്ഥാന ട്രഷററായി. കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അൻവർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വയലാർ രവിയുടെയും K സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ 4ാം ഗ്രൂപ്പ് സജീവമായിരുന്ന കാലത്ത് അതിന്റെ യുവനേതാവായിരുന്നു അൻവർ. പിന്നീട് കരുണാകരനും മുരളീധരനുമൊപ്പം DIC-യിലേക്ക് ചേക്കേറി. കരുണാകരനും മുരളീധരനും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും തിരികെ പോകാൻ അൻവർ ശ്രമിച്ചില്ല. പിന്നീട് അൻവർ 2011 ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലും PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2016 നിലമ്പൂരിൽ ഇടതു സ്വാതന്ത്ര്യനായി മത്സരിച്ച് 3 പതിറ്റാണ്ടോളം നീണ്ട UDF കുത്തക അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെയാണ് തോൽപ്പിച്ചത്. 2021 വിജയം ആവർത്തിച്ചതോടെ അൻവറിന് പാർട്ടി അണികൾക്കിടയിൽ ഹീറോ പരിവേഷമാണ് ലഭിച്ചത്. 2019 പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ചില ഉന്നത IPS ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവർ സ്വർണ്ണക്കടത്ത്, അനധികൃത സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം അട്ടിമറിക്കൽ എന്നിവയിൽ പങ്കാളികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതോടെയാണ് അൻവർ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും അൻവറിനെ തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതോടെ പ്രതിപക്ഷവും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. CPI പോലും ഇടതു സർക്കാരിന്റെ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ കോളിളക്കം തന്നെയാണ് അൻവർ MLA സൃഷ്ടിച്ചത്.